ഹലോ ഹായ് നമസ്കാരം. ഈ അടുത്തിറങ്ങിയ കുറെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഈ പിള്ളേർ സെറ്റ് വന്ന് എന്താ പറയാ ഹിറ്റാക്കിയ പല സിനിമകളും ഉണ്ടായിരുന്നു. അതായത് പണിയായാലും മുറ, അതുപോലെ ജിംഖാന. ഈ മൂന്ന് സിനിമകളിലും നോക്കുകയാണെങ്കിൽ എല്ലാം പിള്ളേരുകളാണ് പടം എലിവേറ്റ് ചെയ്ത് ഹിറ്റാക്കിയിരിക്കുന്നത്. ഇപ്പൊ പണിയിലാണെങ്കിൽ കുറച്ച് വയലൻസ് വില്ലന്മാരായിട്ട് രണ്ട് പിള്ളേരാണെങ്കിൽ, മുറയിലാണെങ്കിൽ ഇതേപോലെ തന്നെ എന്താ പറയാ ആക്ഷൻ മൂവി ആയിരുന്നു. അതുപോലെ ജിംഖാന ആണെങ്കിൽ ബോക്സിങ്, സ്പോർട്സ് ആയിട്ടുള്ള പരിപാടികൾ. ഇതൊന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു പടമാണ് മൂൺ വാക്ക്. അതായത് ഇതില് 5-6 നല്ല കിടിലം പിള്ളേരുണ്ട്. എല്ലാം പുതുമുഖങ്ങളാണ്. എന്താ പറയാ, പുതുമുഖമായിട്ട് അഭിനയിക്കാൻ തോന്നാത്ത രീതിയിലാണ് അവരുടെ പെർഫോമൻസ് എല്ലാം. പിന്നെ എന്റെ ഡയറക്ടർ ആക്കിയ വിനോദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. എല്ലാം വളരെ നൈസായിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഒരു 80കളിൽ നടക്കുന്ന ഒരു കഥയും, മൈക്കിൾ ജാക്സന്റെ ഒരു മൂൺ വാക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയ ഒരു സംഭവമാണ്. അപ്പൊ അതിനൊക്കെ കൊണ്ട് എന്താ പറയാ, ആ ഡാൻസ് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന ആഗ്രഹമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പിള്ളേരും അതിന്റെ രീതിയിലുള്ള പരിപാടികളും കുറച്ച് പ്രണയവും കുറച്ച് ആക്ഷനും കൂടി എന്താ പറയാ ഒരു 80കളിലെ 90കളിലെ കാലഘട്ടത്തിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ വന്ന സിനിമയാണ്. അത് പോവാൻ എനിക്ക് കാണാൻ ഞാൻ തീരുമാനിക്കാൻ കാരണം തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർമാരായിട്ട് വന്നിട്ടുള്ളത് ലിജോ ജോസ് പെല്ലിശ്ശേരിയും പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫനുമാണ്. 3 പ്രൊഡ്യൂസർമാരുണ്ട്. അവർ 2 പേര് ഇവരാണ്. അപ്പൊ തന്നെ എനിക്കറിയായിരുന്നു സിനിമയിൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നു. എനിക്കത് കറക്റ്റ് ആയിരുന്നു. അത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു. സിനിമ വളരെ ഗംഭീര സിനിമയാണ് എന്ന് വെച്ച് വളരെ ഭയങ്കര സിനിമ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് കൊടുക്കണ പൈസ മുതലാവുന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ആയാലും എന്താ പറയാ അവരുടെ ആക്ടേഴ്സിന്റെ അഭിനയം ആയാലും മ്യൂസിക് ആയാലും മൊത്തത്തിൽ നമുക്കൊരു തിയേറ്റർ കണ്ട് വരുമ്പോൾ ഒരു ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത്.